السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. പ്രിയങ്കരായ മജ്ലിസുൽ ഖുർആൻ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ അവസാന പത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ റമദാനിനെ ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി അനുഭവിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 66 ആയത്തുകളായാണ് കഴിഞ്ഞ ക്ലാസ് വരെ വായിച്ചത്. നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഒരു മൗസിഖ് എനിക്ക് നൽകണം, അങ്ങനെ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ പറഞ്ഞേക്കുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞയച്ചു. അവർ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുന്നു. പോകുന്നു. തിരിച്ചു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അല്ല, രണ്ടാമത് നാട്ടിൽ നിന്ന് സാധനത്തിന് പോയതാണ്. ബിനിയാമിനെയും പറഞ്ഞയക്കുന്നു. അങ്ങനെ അവർ പോകുന്നു, സാധനമൊക്കെ വാങ്ങുന്നു. ഇനി അവർ തിരിച്ചു പോകുമ്പോൾ ഒരാളെ കുറവ്, അടുത്തോ പോയി അല്ലേ? അവിടെ വരെ നമുക്ക് ഇന്ന് വായിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. 67-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. فلما جهزهم
بجهازهم جعل السقاية في رحل أخيه فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون قالوا وأقبلوا عليهم ماذا تفقدون قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. ഒന്നുകൂടെ എല്ലാവരും കൂടെ. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. وقال يا بني وقال يعقوب عليه السلام لبنيه الذين يذهبون إلى مصر. ഏത് ഇല യൂസുഫാന്ന് ഇവിടെ യൂസുഫാന്ന് ഇവിടെ ഇല്ലല്ലോ. യൂസുഫാണെന്ന് അറിയുകയും ചെയ്യാലോ. ഇവിടെ യൂസുഫാന്നില്ലല്ലോ. ഇല മിസ്ർ എന്നല്ല പറഞ്ഞ്. ഇല മിസ്റിലേക്കാണ് പോണത്. യൂസുഫിൻ്റെ അടുത്തേക്ക് തന്നെ പോണത്. യൂസുഫാന്ന് പറയുന്നതിന് വിരോധമില്ല. യൂസുഫാണ് ആളുള്ളത്. പിന്നെ ഇങ്ങനെ ആരോ ഒരാൾ എന്നുള്ളതൊക്കെ ഒരു ധാരണ ഉണ്ട് എന്നല്ലാതെ യൂസുഫാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊന്നും പറഞ്ഞിട്ടില്ല. ഇല യൂസുഫാന്ന് വിശദീകരണത്തിലും ഇല്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞതിൽ യൂസുഫാന്നൊന്നാണ് ഒന്നിനോ ഇല മിസ്ർ ആണ് എൻ്റെ ശരി.
وقال يا بني أي قال يعقوب عليه السلام لبنيه الذين يذهبون إلى مصر അല്ലെ സാധനം വാങ്ങാൻ പോകുന്ന ആൾക്കാരോട് പറഞ്ഞു ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ ദഖല ലാ തദ്ഖുലു ഉദ്ഖുൽ ലാ തദ്ഖുൽ അതിൻ്റെ ബഹുവചനം ലാ തദ്ഖുലു നിങ്ങൾ കടന്നു ചെല്ലരുത്, നിങ്ങൾ പോകരുത്, പ്രവേശിക്കരുത്. മിൻ ബാബിൻ വാഹിദിൻ ഒരു ഭാഗത്തുകൂടെ. വാതിൽ എന്ന് പറഞ്ഞാൽ കുറേ വാതിൽ ഉറച്ചു. ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തേക്കും പോകുമ്പോൾ ഓരോ റോഡ് ഉണ്ടാവും അല്ലെ ഓരോ ഗേറ്റ് ഉണ്ടാവും. അതാണ് ഉദ്ദേശിച്ചത്. ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ നിങ്ങൾ എല്ലാവരും കൂടെ ഒരേ എൻട്രൻസ് കൂടെ അല്ലെങ്കിൽ ഒരേ സ്ഥലത്തു കൂടെ ആ ബോർഡർ കടക്കരുത്. ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ. എന്തിനാവൊന്നും അറിയില്ല. അപ്പോൾ 11 ആൾക്കാർ പോവല്ലേ, 11 ആൾക്കാർ വണ്ടിയായിട്ട് സാധനം വാങ്ങാൻ പോവുക. എത്ര ആൾക്കാരൊന്നും പോണ്ടിയല്ലോ, പലരും 1-2 ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്ത് 11 എണ്ണം ഒരേ സമയത്ത് ഒരേ നാട്ടിൽ നിന്ന് ഒരേ സ്ഥലത്തൂടെ അങ്ങോട്ട് കയറി വരുമ്പോൾ സ്വാഭാവികമായും അന്വേഷണങ്ങളും നോട്ടവും പിടുത്തവും കാര്യവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തന്ത്രപരമായി അദ്ദേഹം ഒരു പ്രയോഗം നടത്തി. ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ ഒരു സ്ഥലത്തുകൂടെ ഒരു ഗേറ്റിലൂടെ ഒരു എൻട്രൻസ് ആയിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫർരിഖത്തിൻ. വദ്ഖുലു നിങ്ങൾ ചെല്ലുക, കടന്നു ചെല്ലുക. നിങ്ങൾ കടന്നു ചെല്ലേണ്ടത് എങ്ങനെയായിരിക്കണം? മിൻ അബ്വാബിൻ, ബാബ് ജമ അബ്വാബ്, ഗേറ്റുകളിലൂടെ ആയിരിക്കണം. മുതഫർരിഖത്തിൻ, മുതഫർരിഖ മുഖ്തലിഫ്, വ്യത്യസ്തമായ പല വ്യത്യസ്ത. ഒരു കൂട്ടർ ഒരു ഇലങ്ങനെ പോവാണെങ്കിൽ മറ്റൊരു ഇലങ്ങനെ പോകണം. 11 സ്ഥലം എന്നൊന്നും പറഞ്ഞില്ല. അതൊന്നും ഉണ്ടായിക്കോണമെന്നില്ലല്ലോ. എല്ലാവരും കൂടി ഒരു സ്ഥലത്തോട് കയറണ്ട, അപ്പുറത്തൂടിയൊക്കെ കയറിയാൽ മതി. മിൻ അബ്വാബിൻ മുതഫർരിഖത്തിൻ. എൻ്റെ മക്കളെ, നിങ്ങൾ ഒരേ പടിവാതിലിൽ കൂടെ പ്രവേശിക്കരുത്. ഭിന്നമായ വാതിലുകളിലൂടെ, ഗേറ്റുകളിലൂടെ, പ്രവേശന സ്ഥലങ്ങളിലൂടെ പ്രവേശിക്കുക. എന്ന് വെച്ച് വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, അദ്ദേഹത്തിന് ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. വമാ ഉഗ്നി മിനല്ലാഹി വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ. മാ അഗ്ന ഉപകാരപ്പെട്ടില്ല. മാ ഉഗ്നി എനിക്ക് ഉപകാരപ്പെടുത്താൻ അല്ലെങ്കിൽ എനിക്ക് ഉടമപ്പെടുത്താൻ കഴിയില്ല. അൻകും നിങ്ങളെ തൊട്ട്, മിനല്ലാഹി അള്ളാഹു, മിൻ ഷൈ ഒന്നും. അങ്ങനെ ആയി എന്ന് വിചാരിച്ച് എന്തോ നേട്ടമുണ്ടോന്നല്ല. ഏതായാലും നിങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തോട് പോകണ്ട, ഒരു സ്ഥലത്തോട് പോകണ്ട, പല സ്ഥലത്തോട് കയറി ചെന്നാൽ മതി. അവസാനങ്ങൾ അടത്തിയാൽ മതിയല്ലോ. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, അതായത് എന്ന് വെച്ച് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങളിൽ നിന്ന് ഞാൻ തടുക്കുകയില്ല താനും. അതൊന്നും എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് ഒരു സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കച്ചവടത്തിന് സംഭവങ്ങൾക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് പോകണ്ട എന്നുള്ളൊരു തന്ത്രം പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരു സ്ഥലത്ത് പോകണ്ട, അപ്പുറത്തൂടിയൊക്കെ പോയിക്കോളി. ഇനി ഹുക്മുലില്ല ഇല്ലാ ലില്ലാ. കാരണം അള്ളാഹുവിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും തടുക്കാൻ കഴിയില്ലല്ലോ. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനം തന്നെയാണ്. ഹുക്മ് അള്ളാഹുവിൻ്റെതാണ്. നമുക്കതിൽ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കറിയുന്ന കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ പ്ലാൻ ചെയ്യുക. ബാക്കിയൊക്കെ അലൈഹി തവക്കൽതു, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഇനി നിങ്ങളും എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ കുത്തിരുന്ന് ഭരമേൽപ്പിച്ചിട്ട് മാത്രം കാര്യമില്ല. നിങ്ങളാ യാത്ര ചെയ്യുന്നവർ, അപ്പം നിങ്ങൾക്കും എന്തായാലും വേണം ഭരമേൽപ്പിക്കൽ. അലൈഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. നിങ്ങളും തവക്കുൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും തവക്കുൽ ചെയ്യണം? അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് പോയാൽ മതി. ഇനി നിങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തോട് പോകാണ്ട് അപ്പുറത്തൂടിയൊക്കെ പോയി ഞാൻ നടക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല. അന്നേരമായിരിക്കും ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ഒരുത്തനായിരിക്കും ചിലപ്പോൾ പിടിക്കപ്പെടുക, ചോദ്യം ചെയ്യപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാകുക, ഒക്കെ വേറെ ആർക്കെങ്കിലും ആയിരിക്കും. അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അലൈഹി തവക്കൽതു, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാണ് നിങ്ങളെ വിടുന്നത്. നിങ്ങളും എന്ത് ചെയ്യണം? അലൈഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. തവക്കുൽ ചെയ്യുന്നവരൊക്കെയും ഭരമേൽപ്പിക്കുന്നവരൊക്കെയും ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിൽ തന്നെയാണ്. ഒന്നുകൂടെ അർത്ഥം പറയും. വഖാല മൻ
യാക്കൂബ് അലൈഹിസ്സലാം ഖാല യാക്കൂബ് യാ ബനിയ്യ, ആ മക്കളെ, ലാ തദ്ഖുലൂ, നിങ്ങൾ കടക്കരുത്, പ്രവേശിക്കരുത്, മിൻ ബാബിൻ, ആ പടിവാതിലിലൂടെ, കടകവാടത്തിലൂടെ, വാഹിദിൻ, ഒറ്റ ഒറ്റ ഒരു സ്ഥലത്തൂടെ, വദ്ഖുലൂ മിൻ അബ്വാബിൻ, നിങ്ങൾ പ്രവേശിക്കുക വാതിലുകളിലൂടെ, മുതഫരിഖത്തിൻ, ആ ഒന്നല്ലാത്ത പല പല, വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, എന്ന് വെച്ച് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ എനിക്കാവില്ല, അതതിൻ്റെ അർത്ഥം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, കാരണം വിധിയൊക്കെ അള്ളാൻ്റെതാണ്, അതെടുക്കാനൊന്നും നമുക്കാവില്ല. ഇനിൽ ഹുക്മു ഇല്ലാ അലൈഹി തവക്കൽതു, അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് അള്ളാൻ്റെ വിധിയുടെ കാര്യത്തിൽ? നമ്മൾ ചെയ്യാൻ എന്തേ ഉള്ളൂ? നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക. അലൈഹി തവക്കൽതു, അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തു കൂട്ടാനൊന്നും ഇവിടെ ഇല്ല, വേറെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാനൊന്നും ഇവിടെ ഇല്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ഒരേയും കൂട്ടി പോവുക, അങ്ങനെയൊക്കെ അല്ലാതെ അതിലപ്പുറം വേറെ ഒന്നും ചെയ്യാനില്ല. എന്നാൽ തന്നെ നമുക്ക് ഒരാളെ കൂട്ടിപ്പോയാൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യണം? തവക്കുൽ ചെയ്യണം. ഇപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പിന്നെ ഈ കടവിൽ മീൻ വാങ്ങാൻ പോവുക, വലിയ പരിചയമൊന്നുമില്ല, ഇതുവരെ പോയില്ല, ആരൊക്കെ പോയി വാങ്ങലുണ്ട് എന്ന് വിചാരിച്ച് ഞാനും രാവിലെ കാറും എടുത്ത് കടവിൽ മീൻ വാങ്ങാൻ പോയാൽ ഞാൻ വന്ന് ഇവിടെ എത്തിയിട്ട് വലിയ വാദം പറയും, 100 റുപ്യക്ക് മീൻ കിട്ടിയെന്ന്. എന്നും പോകണം പറയും, 10 റുപ്യക്ക്, എന്നാൽ എനിക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു ചങ്ങായി, ഞാനോട് പോന്നില്ലെങ്കിൽ എന്നറിയും. ഒരു തോണി സാധനം ഒന്നായിട്ട് ഞാനിങ്ങോട്ട് വാങ്ങിക്കൊണ്ടു, എനിക്ക് ഭയങ്കര ലാഭത്തിൽ കൊണ്ടുപോകുന്നത് പറയാം. അപ്പം അവിടെ അത് അറിയുന്ന ഒരാളെയും കൂട്ടി പോയാൽ ആവാം, പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? തവക്കുൽ ചെയ്യണം, തവക്കുൽ ചെയ്യണം. അലൈഹി തവക്കൽതു. ഇപ്പോൾ നമ്മളോട് ചിലപ്പം പറയും, നമുക്കൊരു ആഗ്രഹം കടലിലൂടെ യാത്ര ചെയ്യണം, അപ്പോൾ അതിന് എളുപ്പമുള്ളൊരു വഴിയാണ് മീൻ പിടിക്കുന്ന ബോട്ടുകാരെ കൂടെ വേണമെങ്കിൽ പോകാം, ഒരു ജാക്കറ്റൊക്കെ തരും, കടൽ ചുരുക്കുണ്ടാവും എന്നൊക്കെ ഒരു പറയും, ഛർദ്ദിച്ച് ചിലപ്പോൾ കിടന്നു പോകും എന്നൊക്കെ പറയും, എന്നാലും താല്പര്യമാണെങ്കിൽ പോരി, നമ്മളെല്ലാവരെയും അങ്ങനെ കൊണ്ടുപോകില്ല എന്നൊക്കെ പറയും. ആയിക്കോട്ടെ, നിങ്ങളെ കൂടെ നമ്മളും വരുന്നതെന്ന് പറയും. പക്ഷേ നമ്മൾ ഒരുണ്ടെന്ന് വെച്ച് നമ്മൾ എല്ലാ തന്ത്രപ്രധാനമായ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ അലൈഹി തവക്കൽതു വ അലൈഹി ഫലിയതവക്കലിൽ മുതവക്കിലൂൻ, ഓനുണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അള്ളാഹിനോട് തവക്കുൽ ചെയ്യണം. ഇതേ ഉള്ളൂ. എങ്ങനെ പോകാം, എങ്ങനെ പോകരുത്, കാറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഏതിലൂടെ ആവണം എന്നൊക്കെ അവർക്കറിയാം, അവർ പഠിച്ചിടത്തോളം. അതല്ലാതെ വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹുവിൽ നിന്ന് വരേണ്ടതായ ഒന്നിനെയും തടുക്കാൻ എനിക്ക് കഴിയില്ല. ആകെ എനിക്കറിയാവുന്ന, എനിക്ക് കഴിയുന്ന ഒരു കാര്യം തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. ഔ ചെയ്ത് നിങ്ങളെ ഞാൻ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ പോയിക്കോളേ, പക്ഷെ നിങ്ങളും എന്ത് ചെയ്യണം? തവക്കുൽ ചെയ്യണം, നിങ്ങളും തവക്കുൽ ചെയ്യണം. ഓക്കെ, അങ്ങനെ അവര് വലമ്മാ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. അങ്ങനെ ഒരു പോയി ഒരു പ്രവേശിച്ചു. വലമ്മാ ദഖലു, അവർ കടന്നു ചെന്നപ്പോൾ, അവർ പോയി മിൻ ഹൈസു അമറഹും, എങ്ങനെ? ആ നിർദ്ദേശമൊക്കെ പാലിച്ച് ബാപ്പ പറഞ്ഞ പോലെ തന്നെ
ബാപ്പ അവരോട്, അവരുടെ ഉപ്പ അവരോട് കൽപ്പിച്ച പോലെ, യാക്കൂബ് അലൈഹിസ്സലാം അവരോട് കൽപ്പിച്ചതുപോലെ, നിർദ്ദേശിച്ചതുപോലെ തന്നെ അവരവിടെ പ്രവേശിച്ചപ്പോൾ, ഇനി എന്തിനാ അപ്പോൾ ബാപ്പ അങ്ങനെ പറഞ്ഞ്? ഭയങ്കര കൺഫ്യൂഷൻ, നമുക്ക് ഭയങ്കര സംശയം. എന്തിനാ ബാപ്പ അങ്ങനെ പറഞ്ഞത്? ഒന്നും ഉണ്ടായിട്ടല്ല, ബാപ്പൻ്റെ മനസ്സിനൊരു ആശ്വാസത്തിന് ചെയ്തൂന്ന്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇല്ലാ ഹാജത്തം ഫി നഫ്സി യഅ്ഖൂബ ഖളാഹ, മൂപ്പറ മനസ്സിലൊരു ആഗ്രഹം തോന്നിയത്, ഒരു ചിന്ത തോന്നിയത് നിർവഹിച്ചു എന്നല്ലാതെ മാകാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും തടുക്കാൻ വേണ്ടി ചെയ്തതൊന്നും അല്ല. അത്രേ ചിന്തിക്കാനുള്ളൂ ആയത്തിൽ. അതെ, അത് കണ്ണേറൊന്നും ഈ ആയത്തിൽ ഏടെയും പറയുന്നില്ല. ചർച്ച നടത്തുന്നവർ, തഫ്സീറുകാർ, മുഫസ്സിറുകൾ കുറേ സാധനം വെറുതെ ഈമലാണ്ട് ഏച്ചുകൂട്ടിയിട്ട് 11 ആൾക്കാർ പോകുമ്പോഴേക്ക് കണ്ണേറ് എന്ന് പറയുമ്പോൾ എന്താ സാധനത്? അല്ലേ 11 ആൾക്കാരുള്ളപ്പോൾ കണ്ണെറിഞ്ഞാൽ 11 കണ്ണ് അങ്ങോട്ടില്ല, 22 കണ്ണില്ലാട്ട്. എന്നാൽ ചർച്ചകളുണ്ട്, അതിൽ സംശയമില്ല, അങ്ങനെ ചർച്ചകളുണ്ട്. കണ്ണേറുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കല്ല ഞാൻ പോണത്, അത് വേറെ നമ്മളെല്ലാവരും പഠിച്ചതും ചർവീത ചർവണം നടക്കുന്നതുമായ കാര്യമാണ്. ആ കണ്ണ് സത്യമാണ് താനും. നോക്കൂ, നോക്കൂ, ഇതേതാ ഒരു 11 ടീം, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. അത് തന്നെ ഒരു കച്ചറ ഉണ്ടാക്കാനാ മതി, ഏതെങ്കിലും ഒരുത്തം കണ്ടാൽ മതി. അവിടുത്തെ പ്രധാനിയായ, അല്ലെങ്കിൽ അവിടെ വരുന്ന, അല്ലെങ്കിൽ അവിടെ പോകാൻ പറ്റാണ്ടായ ഏതെങ്കിലും ഒരു ടീം, ഒരു ചരക്ക് സംഘം കണ്ടാൽ മതി. അതൊക്കെ തന്നെ ഇല്ലത്തെ വലിയ പിന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് സാധനം കിട്ടി കൊണ്ടുപോവുക, അത് മാസക്കാലത്തേക്ക് അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് വിഭവങ്ങളായി കൊണ്ടുപോകാനുള്ളത് മുടങ്ങിപ്പോയാൽ ഇടങ്ങേറുന്ന. അതുകൊണ്ട് ഇതിങ്ങനെ നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്തോട്ട് പോകണ്ട, നിങ്ങൾ പല സ്ഥലത്തോട്ട് പോയിക്കോളാണ്ടി എന്ന് വെച്ച് നമുക്കിതൊന്നും ചെയ്യാനാവില്ല കേട്ടോ. പഠിച്ചവൻ്റെ തീരുമാനം. നമ്മൾ തവക്കുൽ ചെയ്തിട്ട് പോകുക എന്നല്ലാതെ. വാപ്പാക്ക് അങ്ങനെ തോന്നി, അതേ ഉള്ളൂ. ഇല്ലാ ഹാജത്തം ഫീ നഫ്സി യഅ്ഖൂബ ഖളാഹ, യാക്കൂബ് നബിൻ്റെ മനസ്സിലൊരു സംഭവം തോന്നി, മൂപ്പർ അത് അങ്ങനെ പറഞ്ഞു. ഇത്ര അതിനകത്തുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളയാണ് അത് തീരുമാനിക്കേണ്ടത്. ആ പ്രയോഗം നല്ല രസമാണ്. ലമ്മാ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും മാ കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈഇൻ ഇല്ലാ ഹാജത്തൻ ഫീ നഫ്സി യഅ്ഖൂബ ഖളാഹ. വാക്കർത്ഥം വെച്ച് ഇങ്ങനെ പോയാൽ അത്ര ഓടിക്കൊള്ളണമെന്നില്ല. ആ ആശയത്തിലൂടെ പോകുമ്പോൾ വേഗം മനസ്സിലാവും. അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ച വിധത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിങ്കൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും അദ്ദേഹം തടുത്തിരുന്നില്ല, തടുക്കാനാവുന്നതല്ല. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മനസ്സിലുള്ള ഒരാവശ്യം അദ്ദേഹം നിർവഹിച്ചു എന്നൊഴികെ. ഇല്ലാ ഹാജത്തൻ, ആവശ്യം, ഖളാഹ, നിർവഹിച്ചു എന്നല്ലാതെ. നഫ്സി യാക്കൂബ് നബിയുടെ മനസ്സിൽ ഉണ്ടായ ഒരാഗ്രഹം അദ്ദേഹം മക്കളോട് പറഞ്ഞു എന്നല്ലാതെ വേറൊന്നും അതിനകത്ത് ഉദ്ദേശമില്ല, ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല ഇൽമുള്ള ആളുമാണ്. അദ്ദേഹത്തിന് നല്ല ഇൽമുണ്ട്, നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം നൽകിയ ഇൽമ് അദ്ദേഹത്തിന് നന്നായി ഉണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് നാം ഇൽമ് പഠിപ്പിച്ചിട്ടുള്ളതിനാൽ അദ്ദേഹം ഒരു അറിവുള്ളവൻ തന്നെയാണ് താനും. എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകളും അറിയുന്നില്ല. സമയമായില്ലേ? അങ്ങനെ വലമ്മാ ദഖലൂ അലാ യൂസുഫ ആവാ ഇലൈഹി അഖാഹു ഖാല ഇന്നി അന അഖൂക فلا تبتئس بما كانوا يعملون. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون.
വലമ്മ ദഖലു അല യൂസുഫ. ഒക്കെ വന്ന വാക്കുകളാണ്, പറഞ്ഞോളൂ. വലമ്മ ദഖലു, ദഖല പ്രവേശിച്ചു. ലാ തദ്ഖുലു ദുഖുലു ദഖലു. വലമ്മ ദഖലു അവർ പ്രവേശിച്ചപ്പോൾ, അങ്ങനെ അവർ ചെന്നപ്പോൾ, അല യൂസുഫ എവിടെ? ആ യൂസുഫിൻ്റെ അടുത്തെത്തി. ആവാ ഇലൈഹി, ഓർക്കറിയോ അത് യൂസുഫാന്ന്? ഇല്ല, ആയത്തിൽ യൂസുഫാന്ന് പറഞ്ഞാൽ നമ്മളോട് പറയാണല്ലോ, ചരിത്രം പറയല്ലേ. ഒരു യൂസുഫിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞാൽ ഒരു യൂസുഫിൻ്റെ അടുത്താണെന്ന് ഓർക്കറിയില്ല. വലമ്മ ദഖ അന്നേരം അറിയില്ല. പക്ഷെ ഒരുത്തൻ അറിയാൻ പോണ്ട്. വലമ്മ ദഖലു അല യൂസുഫ ആവാ ഇലൈഹി, എല്ലാവരെയും സ്വീകരിച്ചെങ്കിലും ആവാ ഇലൈഹി. ആവാ, നമ്മൾ അഭയം നൽകി എന്നൊക്കെ പറഞ്ഞ മഅ്വ എന്നൊക്കെ പറഞ്ഞ വാക്കില്ലേ, അതാണ്. അത് പിന്നെ ചേർത്ത് പിടിച്ചു. ഇലൈഹി, തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആവാ ഇലൈഹി അഖാഹു, ആരെ? അഖാഹു, തൻ്റെ സഹോദരനെ ബിന്യാമീനെ എന്ത് ചെയ്തു? ആവാ യൂസുഫ് അലൈഹിസ്സലാം അഖാഹു സഗീർ ഇലൈഹി, തന്നിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ബാക്കി ഇവിടെ പറഞ്ഞിട്ടില്ല. മറ്റതൊക്കെ ഓരോടൊക്കെ കഴിഞ്ഞ ആഴ്ച വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. കാര്യങ്ങളോ കുടുംബ വർത്താനം ഒക്കെ ചോദിച്ചില്ലേ? ചോദിക്കുമ്പോൾ നിങ്ങൾ വന്നില്ലല്ലോ. ഇല്ല, കഴിഞ്ഞ ആഴ്ച ഇല്ല. അതാണ് കഴിഞ്ഞ ആഴ്ച ഒരു ഇത്രയും ആൾക്കാരോട് എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ്, എല്ലാവരോടും മീൻസ് ഓരോട് പൊതുവായി സംസാരിച്ചു, പോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഞ്ചനോട് ഉണ്ട്, അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഒക്കെ റെഡിയാ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചിലപ്പോൾ ഷെയ്ക്കാൻ ചെയ്തിട്ടുണ്ടാവും. അല്ലാഹു ആലം, കച്ചവടത്തിൻ്റെയൊക്കെ തന്ത്രവും അവിടുത്തെ രീതിശാസ്ത്രവും എന്താണോ അതുപോലെ എല്ലാവരോടും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവനെ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്? ഇനി എല്ലാവരും കാണുകയാണോ അല്ലെ ആരും കാണാണ്ടാണോ ഒന്നും അറിയില്ല. ഇതിങ്ങനെ വിരയിൽ നിന്നുള്ള അഭിസംബോധനയും സലാം മടക്കലും പിന്നെ വെൽക്കം ചെയ്യലും അയക്കലല്ലോ ഈ പറഞ്ഞേ. കച്ചവട സംഘം വന്നു, പക്ഷേ അതിൽ ആവാ ഇലൈഹി അഖാഹു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആരാണ്? ബിന്യാമീനെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഖാല, എന്നിട്ട് അവനോട് പറഞ്ഞു, ഇന്നി അന അഖൂക, ഞാൻ എൻ്റെ ഏട്ടൻ യൂസുഫ് ആട്ടോ ഞാൻ. ഇന്നി അന അഖൂക, ഞാനേ എൻ്റെ കാക്ക യൂസുഫാണ്. ആ കൂട്ടത്തിൽ നിന്നാണേ മെല്ലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തന്നെ മെല്ലെ ചെവി പറയാനായിക്കൂലേ. നമുക്കിപ്പോൾ അങ്ങനെ ആലോചിക്കല്ലാതെ വേറെ നിർവാഹമില്ല. എല്ലാവരെയും കൂടി കൂട്ടത്തിൽ നിന്നാണെങ്കിൽ ചേർത്ത് പിടിച്ച് തന്നെ എന്തായിക്കും? ഓരൊക്കെ ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്തൂടെ ഇങ്ങനെ തല വെച്ചിട്ട് ഓൻ്റെ ചെവി പറഞ്ഞു ഞാൻ യൂസുഫാട്ടോ. അതെ, നമ്മളെ രാജ. അതെ, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഏതായാലും ഇവനെ ചേർത്ത് പിടിക്കുകയും അല്ലാഹു അലം ചേർത്ത് പിടിക്കുകയും എന്നിട്ട് ഓനോട് വിവരം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നി അന അഖൂക, ഞാൻ എൻ്റെ കേട്ടോ. ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂന, അറിയാലോ കാക്കനോട് ചെയ്ത കാര്യമൊക്കെ ഓനറിയാലോ. ഇതുപോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫലാ തബ്തഇസ്, എന്ത് വേണ്ട? മൈൻഡ് ചെയ്യണ്ട, നിരാശപ്പെടുകയൊന്നും വേണ്ട. ബുസ്, ഫലാ തബ്തഇസ്, നീ സങ്കടപ്പെടണ്ട, ബസ്സായി കാണണ്ട, ഒരു വിഷമായിട്ട് കാണണ്ട. വലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ, നിശ്ചയമായും ഞാൻ നിന്റെ സഹോദരൻ തന്നെ. ആകയാൽ അവർ പ്രവർത്തിച്ചു വരുന്നതിനെ പറ്റി നീ സങ്കടപ്പെടണ്ട. സഹോദരന്മാർക്കിടയിൽ നിന്ന് ബിന്യാമിനെ അദ്ദേഹം പ്രത്യേകം ആശ്ലേഷിച്ചു. ഓരെല്ലാവരും കാണയാണോ, ഇപ്പുറത്തുനിന്നാണോ, സാധനങ്ങൾ എടുക്കുന്ന നേരത്താണോ, വന്ന ഉടനെയാണോ, എന്നിട്ടാണോ സാധനം കൊടുത്തത്? വല്ലാഹു അല, ഒരു പർച്ചേസ് രംഗത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. സാധനങ്ങൾ വാങ്ങുന്നതും ഒരു കൊണ്ടുവന്ന സാധനം ഇങ്ങോട്ട് കൊടുക്കുന്നതും അതിൻ്റെ അളവും തെളവും കാര്യങ്ങളും ഒക്കെ നടക്കണം. ആ വേളയിൽ എപ്പോഴോ വല്ലാഹു ആലം, ഞാനാണ് നിൻ്റെ ജ്യേഷ്ഠൻ യൂസുഫ്, അവർ നമ്മോട് സ്വീകരിച്ചു വന്ന ചിറ്റമ്മ നയത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഇനി വ്യസനിക്കേണ്ടതില്ല എന്നൊക്കെ സ്വകാര്യമായി അറിയിച്ചു കൊടുത്തു. ഒരു പക്ഷേ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചതുപോലെ
നിന്നെ ഇവിടെ എൻ്റെ അടുക്കൽ തന്നെ നിർത്താനുള്ള പ്ലാൻ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞു കാണാം, പറഞ്ഞിട്ടുണ്ടാവാം. വല്ലാഹു അലം. ബിനസീർ പറഞ്ഞു മാത്രമാണ്, വേറെ ആയത്തൊന്നുമല്ല. പറഞ്ഞ് ഇങ്ങനെ ഒരു രഹസ്യ സംസാരം നടത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞതാണ്. നമ്മളും ഇങ്ങനെ ആലോചിച്ച പോലെ അറിയില്ല, നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. പിന്നെ ഒന്നിച്ച് തിരിച്ചയക്കാതിരിക്കാൻ അപ്പോൾ അടുത്ത വചനത്തിൽ കാണുന്ന പോലെയുള്ള സൂത്രമാർഗങ്ങൾ ഞാൻ വഴിയെ സ്വീകരിക്കും എന്ന രഹസ്യം അദ്ദേഹം ബിനിയാമിനെ അറിയിച്ചിരിക്കാം, സ്വാഭാവികമാണല്ലോ എന്നാ. ഏതായാലും പിന്നെ ചെയ്ത കാര്യം എന്താണെന്നുള്ളത് നമ്മൾ ഇന്ന് പറയണോ അടുത്ത ആഴ്ച പറയണോ? അടുത്ത ആഴ്ച പറയാം അല്ലേ? പക്ഷെ നമ്മൾ 10 മണിക്ക് നമ്മളെ ഹിഫ്ലിൻ്റെ കുട്ടികളൊക്കെ ഇന്ന് പിരിഞ്ഞു പോകുന്ന ദിവസമാണ്. അപ്പോൾ അവർ രക്ഷിതാക്കൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ കാര്യം ചെയ്യാൻ. ഇതും എടുത്താണോ? ആ കൂടി എടുത്തല്ലേ? ആയിക്കോട്ടെ. ഫലമ്മാ ജഹസഹും ബിജഹാസിഹിം. അതുകൊണ്ട് ഓതാനൊരു പണിയൊന്നുമില്ല. ഈ ഹാന് ശബ്ദ വരുമ്പോൾ പറയാന് ഫലമ്മാ ജഹസഹും ബിജഹാസിഹിം جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون ഫലമ്മ ജഹസഹും. ജഹസ നേരത്തെ വന്നാണ്. ജഹസ റെഡിയാക്ക. ബിജഹാസിഹിം അവരുടെ ചരക്കുകളൊക്കെ ബണ്ടിലാക്കി കെട്ടി അല്ലെങ്കിൽ പാക്ക് ചെയ്ത് പിന്നെ എടുത്ത് റെഡിയാക്കി വെക്കുമ്പോൾ ഫലമ്മ ജഹസഹും ഒരുക്കി അയച്ചപ്പോൾ. ജഹസ എന്ന് പറഞ്ഞാൽ അവരെ റെഡിയാക്കുക, അവരെ ഒരുക്കി അയക്കുക, അവർക്ക് വേണ്ടിയുള്ളതും ചെയ്തു. ആ വണ്ടി കയറ്റിയൊക്കെ റെഡിയാക്കുമ്പോൾ പിന്നെ ബിജഹാസിഹിം അവരുടെ സാധനങ്ങളൊക്കെ കെട്ടി റെഡിയാക്കി ഒക്കെ കൊടുക്കുന്ന സമയത്ത് ജഅല സിഖായത്ത അളവ് പാത്രം, പാനപാത്രം ആക്കി. എന്നാൽ ബാക്കി എന്താ നോക്കുക. പിന്നെ ജഅല സിഖായത്ത ഫീ റഹ്ലി അഖീഹി. റഹ്ൽ എന്ന് പറഞ്ഞാൽ യാത്ര, ലോഡ് ആരെ ലോഡിൽ? ബിന്യാമിൻ്റെ ലോഡിലിട്ട്. ഭയങ്കര പ്ലാനിങ് അവിടെ നടന്നിട്ടുണ്ട്. ബിന്യാമിൻ്റെ ലോഡിലിട്ട് മൂപ്പറ വണ്ടിയിലിട്ട്. ഫി റഹ്ലി അഖീഹി സുമ്മ അദ്ദന മുഅദ്ദിൻ. അങ്ങനെ ഒരു പോയിട്ടോ, അങ്ങനെ ഒരു അവിടെ പറഞ്ഞില്ലേ? ഇതിങ്ങനെ വായിച്ചു പോകുമ്പോഴേ അതിലിട്ട് എന്നിട്ട് സുമ്മ അദ്ദന മുഅദ്ദിനുൻ അനൗൺസ്മെന്റ് ഉണ്ടായി. അനൗൺസർ വിളിച്ചു പറഞ്ഞു, അയ്യത്തുൽ ഈറു കച്ചവട സംഘമേ ഇന്നക്കും ലസാരിക്കൂൻ, നിങ്ങൾ കട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവും ഒരു സംഭവം. ആ സിക്കായത്ത് ഓൻ്റെ പാത്രത്തിൽ ഇട്ട് ഞാൻ ഒരാൾ വിളിച്ചറിയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും? ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാവുന്നു. ഒരു സാധനമൊക്കെ വെച്ച് പോവുകയാണ്. പോകുമ്പോൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചാൾ നീങ്ങുമ്പോഴൊക്കെ ഓടിച്ചെന്ന് വിളിയും വർത്താനാണ്. പോലെ ഇളക്കി ഞങ്ങൾ സാധനം കാണുന്നില്ല, നിങ്ങൾ കള്ളന്മാരാണ് എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ ആശയം എന്താ? ഞങ്ങളൊരു സാധനം കാണുന്നില്ല. അതാണ് നമ്മൾ ഇന്നക്കുള്ള സാരിക്കും എന്ന് പറയുമ്പോൾക്ക് എന്തോ ഒരു വലിയ വേറെന്തോ ഒരു കാര്യമായിട്ട് കാണാം. ഇവരുടെ ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിൽ ഈ സാധനം അതിനകത്ത് ഇട്ടു. ഇനി അവരെ തിരിച്ചു പിടിക്കണം, യൂസുഫ് നബി വിചാരിച്ച കാര്യം നടത്തണം. അപ്പോൾ പിന്നെ അങ്ങനെ സാധനം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഓരോട് വിളിച്ചു പറയുന്ന ഓരോട് വിളിച്ചു പറഞ്ഞു, ഇടയ്ക്ക് നിങ്ങൾ കട്ടുക്ക് ഞങ്ങളൊരു സാധനം കാണുന്നില്ല. ഇന്നക്കും കട്ടു, കട്ടു, സാരിക്കത്ത്, ഒസാരിക്കത്തു,
അല്ല, കളവ്. കട്ടവനും കട്ടവളും. യെസ്, ഓക്കെ. അപ്പോൾ എന്നിട്ട് അവരുടെ ഒരുക്ക സാധനങ്ങളൊക്കെ അദ്ദേഹം ഒരുക്കി അയച്ചപ്പോൾ അദ്ദേഹം പാനപാത്രം തൻ്റെ സഹോദരൻ്റെ യാത്രാ സാധനങ്ങളിലാക്കി. പിന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹേ വാഹന സംഘമേ, നിശ്ചയമായും നിങ്ങൾ മോഷ്ടാക്കളാണല്ലോ, നിങ്ങൾ കട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു വിളിച്ചു ചോദിച്ചു, ഖാലൂ ഉദു വഅഖ്ബലൂ അലൈഹിം മാദാ തഫ്ഖിദൂൻ. ഉദു ഖാലൂ വഅഖ്ബലൂ അലൈഹിം മാദാ തഫ്ഖിദൂൻ. ഖാലൂ അവർ പറഞ്ഞു, വഅഖ്ബലൂ അലൈഹി. എങ്ങനെ? ആ വാവ് എന്ത് വാവാ? ഖാലു അവർ പറഞ്ഞു. പറഞ്ഞാൽ പോയതാ? വഅഖ്ബലു തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നല്ലേ അർത്ഥം, അല്ലേ? അപ്പൊ എന്താ അക്ബലു എന്ന് ആദ്യം പറയണ്ട്? അക്ബലു വ ഖാലു എന്ന് പറയണ്ടേ? അക്ബലു അലൈഹിം വ ഖാലു മാദാ തഫ്ഖിദു എന്നല്ലേ ശരിക്കും പറയണ്ടേ? അപ്പൊ ആ വാവ് ഹാലിയായ വാവ് നമുക്ക് വേണം പറയാം. അവസ്ഥയെ സൂചിപ്പിക്കുന്ന, അവരിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു എന്നാണ് ആ വാവ്. അല്ലാതെ ഖാലു അവർ പറഞ്ഞു, അക്ബലു തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു എന്നല്ല. തിരിഞ്ഞുകൊണ്ട് അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇവർ പറഞ്ഞു, മാദാ തഫ്ഖിദൂൻ, വാദാ തഫ്ഖിദൂൻ. അപ്പോൾ ഓർക്ക് ആ ടോണ് മനസ്സിലായി അല്ലേ? നിങ്ങൾ കട്ടിട്ടുണ്ട്, നിങ്ങൾ മോഷ്ടാക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ ഓർക്ക് ആ ടോണ് മനസ്സിലായി. അതുകൊണ്ട് ഓരെന്താ തിരിച്ചു ചോദിച്ചത്? എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്നാണ് ചോദിച്ചത്. ഒരു പ്രശ്നം അവിടെ ഉണ്ടായില്ല അന്നേരം. ഒരു നല്ലവരും ചോദിച്ചാൽ എന്താ കാണണ്ട, എന്താ നഷ്ടപ്പെട്ടത്? സ്വാഭാവികമായി പലതും അങ്ങനെ പെട്ടുപോയോ? മാദാ തഫ്ഖിദൂൻ, എന്താണ് നിങ്ങൾക്ക് കാണാതെയായിരിക്കുന്നത്? അതിൻ്റെ മറുപടിയോട് പറഞ്ഞാളാ. അപ്പോൾ ഓര് പറഞ്ഞു, ഖാലൂ നഫ്ഖിദു അതോ സുവാഅൽ മലികി വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരിൻ വഅന ബിഹി സഈം. ഖാലൂ അവർ പറഞ്ഞു, നഫ്ഖിദു. ഫഖദ തഫ്ഖിദൂന, നേരമുള്ള ഒന്ന് അതേ വാക്ക്. നഫ്ഖിദു, ഞങ്ങൾക്ക് കാണാണ്ടായത്, ഞങ്ങൾക്ക് നഷ്ടമായത് എന്താണ്? സുവാഅൽ മലികി. ഞങ്ങൾ എന്താ പോയത്? സാവ് കാണുന്നില്ല. എന്ത് കാണുന്നില്ല? സാവ് കാണുന്നില്ല. സാവ് എന്ന് പറഞ്ഞാൽ എന്താ? അതെ, സുവാ അളവ് പാത്രം. അൽ മലിക് രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള പിന്നെ നമ്മൾ അളവ് പാത്രം കാണുന്നില്ല. അത് ആരായാലും കുഴപ്പമില്ല, ആരായാലും അതും കൊണ്ട് തിരിച്ചു തരിക. ആരായാണോ ഒരു കൊണ്ട് തിരിച്ചു തന്നാൽ വലിമൻ ജാഅ ബിഹി, അത് തരുന്ന ആള്, അതുമായി വരുന്ന ആൾക്ക്. ഓരോരുത്തർ ഓരോ ലോഡാണല്ലോ. വലിമ ആരെ ഭാണ്ഡത്തിലാണോ, ആരെ ലോഡിലാണോ, റഹലിലാണോ അവരത് വലിമൻ ജാഅ ബിഹി അത് കൊണ്ടുതരികയാണെങ്കിൽ ഹിംലു ബഈരിൻ, ഓർക്ക് എന്തുണ്ടാവും? ഒരൊട്ടക ചുമട് ഓർക്ക് പിന്നെ ഓഫറുണ്ട്. ഒരൊട്ടക ചുമട് ഒരു നല്ല ഓഫറാ. ഏതാണ്? അതെ അതെ അതെ. അപ്പോൾ അത് ഒരു സ്ട്രാറ്റജിയാണ്, ഒരു തന്ത്രപ്രധാനമായ ഒരു പണി നടക്കുകയായിരുന്നു. ഓക്കെ, അവസാനിപ്പിക്കാം. പിന്നെ അത് ഞാനേറ്റ്, അതിൻ്റെ ഉത്തരവാദിത്തം. സഈം എന്ന് പറഞ്ഞാൽ എന്താ? സഈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാത്ത അന്നത്തെ സഈം, ഇന്നത്തെ സുഹമാക്കളൊക്കെ പ്രശ്നം. സഈമുൻ സിയാസിയും, രാഷ്ട്രീയ നേതാവ്. എന്താ നേതാവ്?
രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിന് സഴീം എന്നാ പറയാം. ഞാൻ ആരെ പേര് പറയുന്നില്ല, പിന്നെ അയാൾ പറഞ്ഞു നൽകല്ലോ. ഒരാൾ വഹുവ സഈമുൻ സിയാസിയുൻ, രാഷ്ട്രീയ നേതാവാണ്. എന്താ രാഷ്ട്രീയ നേതാവിൻ്റെ പണി? ഇവിടെ എന്താ അന സഈം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഞാൻ ഏറ്റെന്നാണ് ആ ഉത്തരവാദിത്വം. എന്ത്? അതാരാണോ സാധനം തിരിച്ചിരുന്നത് ഓർക്ക് ഹിംലു ബഴീർ സമ്മാനമായിട്ടുണ്ട്, അക്കാര്യം ഞാൻ ഏറ്റ്, ആ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കും. ശരിക്കും സഴീമാരാ? നേതാവ് എന്ന് പറഞ്ഞ സാധനത്തിൽ നമ്മൾ വേറൊന്നും കാണുന്നില്ല. മുമ്പ് ഇങ്ങനെ നേതാവായി ഇങ്ങനെ നടന്നാൽ മതി, വലിയ ആളായിട്ട്, ആൾക്കാരൊക്കെ മുമ്പിൽ കുറേ എസ്കോട്ടൊക്കെ ആയിട്ട് വലിയ വണ്ടിയിലൊക്കെ ആയിട്ട് സീറിപ്പാഞ്ഞ് നാടും കാണൂല, റോഡും കാണൂല, പരിസരത്തെ പ്രയാസവും കാണൂല, ആടുന്ന് പുറപ്പെട്ട 10 മിനിറ്റ് കൊണ്ട് മുമ്പ് അപ്പുറത്ത് എത്തിപ്പോവും, ഇവിടെ ഉണ്ടാകുന്ന ഒന്നും കാണൂല. അങ്ങനത്താണ് നമ്മളെ സഈം, സുആമാക്കൾ. സഈമിൻ്റെ ശരിക്കുള്ള പണി എന്താ? എന്തും പറഞ്ഞാണോ ആ സ്ഥാനത്ത് കയറിയത്, പിന്നെ അയാൾ അസ്ഥാനത്താകരുത്. എന്ത് ചെയ്യണം? ആ സ്ഥാനത്ത് ഉത്തരവാദിത്വം നിർവഹിക്കാൻ നടക്കണം. ആ നാട്ടിലെ മുഴുവൻ പൾസ് അറിയണം, അതെന്നും അറിയണം. അവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമാണ്, പൾസ് അറിയണം. എന്നിട്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതാണ് യഥാർത്ഥ സഈം. വ അന ബിഹി സഈം, ഞാൻ സന്ദർഭത്തിൽ സൂചിപ്പിച്ചല്ലോ. വ അന ബിഹി സഈം, ഞാൻ അതിന് ഉത്തരവാദി, അത് ഞാൻ ഏൽക്കാണ്. സിഖായത്ത് എന്ന വാക്ക് നേരത്തെ വന്നിരുന്നു അല്ലേ? സിഖായത്ത്, ജഅല സിഖായത എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ സിഖായത്ത് എന്ന വാക്ക്, സുവാഴ് എന്ന വാക്ക് ഒക്കെ ഓർക്കുക. സാ എന്നും വായിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടായാലും ഇടങ്ങഴി അല്ലെങ്കിൽ നാഴി പോലെ അളവിനുപയോഗിക്കുന്ന ഒരു പാത്രം. ഒരു സാ എന്നറിയില്ലേ നമ്മൾ? അതെ. അപ്പോൾ ഈ രണ്ട് വാക്കും ഒരേ പാത്രത്തെ തന്നെ ഉദ്ദേശിച്ച് പറയുവാൻ കാരണം, വെള്ളം കുടിക്കുവാനും വിലപിടിച്ച ധാന്യങ്ങൾ അളക്കുവാനും അത് ഉപയോഗിക്കപ്പെട്ടിരുന്നതാണ് എന്നും, അളവ് പാത്രത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട പാനപാത്രമായിരുന്നതാണ് എന്നും പറയപ്പെടുന്നു. അതൊരു വെള്ളിക്കോപ്പയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും രാജാവിൻ്റെ പാത്രമായതുകൊണ്ട് അതൊരു വിശേഷതരം പാത്രമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അതെ, താൻ യൂസുഫാണെന്ന രഹസ്യം ബിന്യാമിനെ സ്വകാര്യമായി അറിയിച്ചതല്ലാതെ മറ്റുള്ള സഹോദരന്മാരെ അദ്ദേഹം അത് അറിയിച്ചിട്ടില്ല. അവരിൽ നിന്ന് മൂടി വച്ചിരിക്കുകയാണത്. ആ സ്ഥിതിക്ക് ബിന്യാമീനെ അവരൊന്നിച്ച് വിട്ടയക്കുകയില്ലെന്ന് പറയുവാൻ ന്യായമില്ല. കാരണം ഓരോടൊന്നും പറഞ്ഞില്ലല്ലോ, തമ്മിലുള്ള ബന്ധവും പറഞ്ഞില്ല. അപ്പോൾ ഇവനെ ഞാൻ തരൂല എന്ന് പറയാൻ പറ്റൂല. അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു തിരിപ്പ് ഉണ്ടാക്കണം, എന്നാലേ നടക്കുള്ളൂ. അതുകൊണ്ട് ബിന്യാമിനെ അവർ സ്വയം വിട്ടുകൊടുക്കുമാറുള്ള ഒരു സൂത്രം പ്രയോഗിച്ചു. അന്ന് അങ്ങനെയാണ്. എന്തെങ്കിലും കച്ചവട സംഘ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അവരുടെ ധാന്യക്കെട്ടുകൾ കെട്ടി തയ്യാറാക്കിയെടുത്തപ്പോൾ അവരറിയാതെ ബിന്യാമിൻ്റെ കെട്ടിൽ പാനപാത്രം ഇട്ടുകൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. സഹോദരന്മാർ സ്ഥലം വിട്ടപ്പോഴേക്കും പിന്നാലെ ആൾ ചെന്ന് വിളിച്ചു പറഞ്ഞു, പാനപാത്രം ബിന്യാമിൻ്റെ കെട്ടിൽ ഈ ഇട്ടതറിയാതെ അവർ സ്ഥലം വിട്ട ഉടനെ ആ പാത്രം യഥാസ്ഥാനത്ത് കാണാതെ വന്നപ്പോൾ വല്ല ഉദ്യോഗസ്ഥന്മാരും സ്വന്തം നിലക്ക് വേഗം പോയി വിളിച്ചു പറഞ്ഞതാണോ, അതല്ല അവർ യഥാർത്ഥം അറിഞ്ഞതുകൊണ്ട് തന്നെ യൂസുഫിൻ്റെ കൽപ്പന അനുസരിച്ച് വിളിച്ചു പറഞ്ഞതാണോ? രണ്ടിനും സാധ്യതയുണ്ട്. ബിന്യാമിനോട് യൂസുഫ് ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അനിയനാണ്, ജ്യേഷ്ഠനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓരോ ഇതിൽ പാത്രം വെച്ചിട്ടുണ്ട് എന്നും അപ്പാത്രം വിളിച്ചോ ഞാനിങ്ങനെ ചില തന്ത്രം പ്രയോഗിക്കും എന്ന് ഇവരോട് പറഞ്ഞതോ ഒന്നും ആവണമെന്നില്ല. ഇത് മൂപ്പർ മാത്രം വലിച്ച ചില ചരടായിരിക്കാം. ഇവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് പാത്രം അന്നേരം തന്നെ കാണാണ്ടായാൽ അറിയല്ലോ, മറ്റൊരു പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്വാഭാവികമായ വിളിച്ചു പറയൽ നടന്നാണ് സാധനം കാണുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അതാണ്. ഏതായിരുന്നാലും അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇത്രയും മതി. ബാക്കി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെ പറഞ്ഞ പോലെ തന്നെ വിളിച്ചു പറഞ്ഞതിന് യൂസുഫ് നബിയുടെ അറിവോടെ തന്നെ ആയിരുന്നാലും നിങ്ങൾ മോഷ്ടാക്കളാണ് എന്ന പ്രയോഗം അതിൻ്റെ സാക്ഷാൽ അർത്ഥത്തിലല്ല. ഖുർആൻ വായിക്കുമ്പോൾ മനസ്സിലാവും ശരിക്കും. ഞാൻ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അത് വായിക്കുമ്പോൾ തന്നെ ആ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ ആ ടോൺ മനസ്സിലാവും. അത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകത. പിന്നെ അയിമ കിടന്ന് വെറുതെ അല്ലാതെ ഉരുണ്ടിട്ടാണ് പല പ്രശ്നങ്ങളും ഖുർആൻ വായനയിൽ ഉണ്ടാകുന്നത്.
ആ ഉരുളേണ്ട ആവശ്യമില്ല. അത് അള്ളാൻ്റെ ഒരു പ്രത്യേകമായ ഖുർആനിന് അള്ളാഹ് നൽകിയ വല്ലാത്തൊരു പ്രത്യേകതയാണത്. ഏതായിരുന്നാലും ആ ഒരു അർത്ഥത്തിലല്ല, ബാഹ്യാവസ്ഥയെ അടിസ്ഥാനമാക്കി സൂത്രത്തിൽ പ്രയോഗിച്ച വാക്കാണെന്നും കരുതാവുന്നതേ ഉള്ളൂ. അദ്ദേഹം കരുതിക്കൂട്ടിയാണല്ലോ ബിനിയാമിൻ്റെ കെട്ടിൽ അത് വെച്ചത്. ആദ്യം മറ്റുള്ളവരുടെ എല്ലാം കെട്ടുകൾ പരിശോധിച്ച ശേഷം മാത്രമാണ് ബിനിയാമിൻ്റെ കെട്ട് പരിശോധിക്കുന്നതും. ഇതൊരു തന്ത്രമായിരുന്നുവെന്ന് അള്ളാഹു തന്നെ ഇവിടെ പറയുന്നുമുണ്ട്. ഇങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചത് കേവലം ഒരു വഞ്ചനയായോ വഞ്ചിക്കുവാൻ വേണ്ടിയോ അല്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അസൂയ നിമിത്തം അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും കിണറ്റിലെറിയുകയും അടിമയാക്കി തീരുകയും എന്നിട്ട് ചെന്നായ പിടിച്ചുവെന്ന് ഉപായം പറയുകയും ഇക്കാലം വരെ അക്കാര്യം മൂടി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത അവരോട് വളരെ ഉദാരവും മാന്യവുമായ നിലക്ക് പെരുമാറിക്കൊണ്ടിരുന്ന ശേഷം അവരെ ചിന്തിപ്പിക്കുവാനും അവർക്കൊരു പാഠം പഠിപ്പിക്കുവാനും വേണ്ടി ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചത് ഒരിക്കലും വഞ്ചനയാകുന്നില്ല. ഭാവിയിൽ അതവരുടെ തന്നെയും നന്മയിലാണ് പിന്നീട് കലാശിക്കുന്നതും. അങ്ങോട്ട് തന്നെയാണ് പ്രീ പ്ലാൻഡ്, വളരെ കൃത്യമായി നല്ല ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയതാണ്, പെട്ടെന്ന് എടുത്തു ചാടാതെ. വിളിച്ചു പറഞ്ഞ ആളോട് അവരുടെ മറുപടി ഇതായിരുന്നു, നിങ്ങൾക്കറിയാലോ. ഖാലു, അടുത്ത ആഴ്ച എടുക്കാം. ഖാലു തല്ലാഹി ലഖദ് അലിംതും മാ ജിഅ്നാ ലിനുഫ്സിദ ഫിൽ അർദി വമാ കുന്നാ സാരിഖീൻ. അള്ളാഹു തന്നെയാണ് സത്യം, ഞങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ മോഷ്ടാക്കളായിരുന്നിട്ടുമില്ല, ഞങ്ങൾ മുമ്പും വിടുന്നില്ല, എന്നോ ഞങ്ങൾ എന്തോ എടുത്തുകൊണ്ടിരിക്കോ. അതൊക്കെയാണ്. ഏതായാലും നിങ്ങൾ കളവ് പറയുന്നവരാണെങ്കിലോ, അതായത് നിങ്ങളിൽ തന്നെ സാധനം ഉണ്ടെങ്കിൽ എന്താ ശിക്ഷ വേണ്ടി, എന്തായിരിക്കാം ശിക്ഷ എന്ന് ചോദിച്ചപ്പോൾ ഓരോ ഓർക്ക് ഉറപ്പാണല്ലോ, ഒരു കട്ടിയില്ലെന്ന് അവർക്ക് ഉറപ്പാണല്ലോ. ഒരു പറഞ്ഞ് അത് ആരെ സാധനത്തിൽ നിന്നാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഓനങ്ങളോട് പിടിച്ചു വെച്ചോളി തന്നെ. ആരയിൽ നിന്നാണോ കിട്ടുന്നത് ഓനങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചോളിന്ന്. ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ ഒന്ന് തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാധനം തിരയുന്നതും വേണ്ടിയ ആളെടുത്ത് തന്നെ, അത് വെച്ചെടുത്ത് തന്നെ സാധനം കിട്ടുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കേൾക്കാം. വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ശൈഇ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അലൈഹി തവക്കൽതു വഅലൈഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. വലമ്മാ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും മാ കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ശൈഇ إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. قالوا وأقبلوا عليهم ماذا تفقدون. قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا بكم زعيم. وأنا به زعيم. قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ആയത്തുകൾ അടുത്തെന്ന് ഓർത്തു വെക്കണം. 72 ഇൻഷാ അല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിച്ചു പോകാനും അതിലൂടെ സ്വർഗ ലോകത്തെത്തുവാനും നമ്മെ എല്ലാവരെയും പ്രത്യേകം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റമളാനിൻ്റെ ചൈതന്യത്തോടുകൂടെ മരണം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനത്തിലെ ലൈലത്തുൽ ഖദറിൻ്റെ അതിശ്രേഷ്ഠമായ ദിനരാത്രം പൂർണ്ണമായി അനുഭവിക്കാനുള്ള സവിശേഷമായ അവസരം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.